മോർണിംഗ് കുറേ നാൾക്ക് ശേഷം ഞാനൊരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കതിർമുടി എന്ന് പറഞ്ഞൊരു ട്രക്കിങ്ങിനാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഹൈറ്റ് ഒന്നും മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. ബുക്കിലുള്ള കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ ശിവൻ ചേട്ടനും പ്രണവുമായിട്ടൊക്കെ കതിർമുടി ട്രക്കിംഗ് പ്ലാൻ ചെയ്തിട്ട് അമാസിൻ്റെ കൂടെ പ്ലാൻ ചെയ്തു. അതൊന്നും നടക്കാതെ ഇപ്പോൾ ഞാൻ ദീപ ടീച്ചറിൻ്റെയും ബിന്ദു ടീച്ചറിൻ്റെയും കണ്ണൻ്റെയൊക്കെ കൂടാണ് ഇപ്പോൾ ട്രക്കിങ്ങിന് വന്നേക്കുന്നത്. ഞങ്ങൾ 12 പേരാണ് ഉള്ളത്. ഞങ്ങൾ 2 കാലായിട്ടാണ് കോട്ടൂർ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരാൾക്ക് 500 രൂപയാണ് എൻട്രി ടിക്കറ്റ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കതിർമുടി ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. കോട്ടൂർക്ക് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിൽ വരണം. രാവിലെ 5 മണി തൊട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയ്ക്ക് ബസ്സുണ്ട്. പിന്നെ അവിടുന്ന് കോട്ടൂർക്ക് വരണം. എന്തോ 5 സർവീസ് എങ്ങാണ്ടാണ് കോട്ടൂർക്ക് ഉള്ളത്. ഞങ്ങൾ വന്ന വണ്ടി ആട്ടോ കിടക്കുന്നത്. ഇത്തവണ ഞാൻ ദീപക് ടീച്ചറിൻ്റെ കോർഡിനേഷനിലാണ് വന്നത്. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്, 2 ടീച്ചർമാരുണ്ട്. എല്ലാവരും ഒരേ വൈബാണേ. ഒരാൾക്ക് 500 രൂപയാണ് ട്രക്കിംഗ് ഫീസ്. ഒരു ടീമിൽ 5 പേരോ അല്ലെങ്കിൽ 10 പേരോ ഉണ്ടായിരിക്കണം. 5 പേര് ഇല്ല എങ്കിൽ 5 പേരുടെ പൈസ ചേർത്തിട്ട് വേണം നമുക്ക് അവരുടെ ഗൈഡിൻ്റെ കൂടെ പോകാനായിട്ട്. ഇതാണ് കോട്ടൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് വരുന്നത്. ഇവിടെ നിന്നാണ് ഗൈഡ് നമ്മളുടെ കൂടെ ചേരുന്നത്. ഞങ്ങൾ 13 പേരാണ്. 2 പേര് സാഹചര്യങ്ങൾ കൊണ്ട് ക്യാൻസൽ ചെയ്തപ്പോൾ ഇപ്പോൾ 11 പേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ഗൈഡാണ്. 5 പേർക്ക് ഒരു ഗൈഡ് എന്നുള്ളതാണ് കണക്ക്. ഇനി ഇവിടെ നിന്നും കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. ഗൈഡാണ് ഈ മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന വഴിക്കാണ് മനസ്സിലായത് ഇങ്ങോട്ടൊക്കെ ബസ് റൂട്ട് ഉള്ളതാണെന്നേ. നമുക്ക് അങ്ങ് അറ്റം ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ അവിടെ വരെ ബസ്സും ജീപ്പും ഒക്കെ ചെല്ലും കേട്ടോ. ചോനംപാറ എന്നാണ് ഈ ജംഗ്ഷൻ്റെ പേര്. രാവിലെ 5:30 മുതൽ കാട്ടാക്കടയിൽ നിന്ന് ചോനംപാറ വരെ ബസ്സുണ്ട്. അല്ലെങ്കിൽ കോട്ടൂർ വന്നിറങ്ങുകയും ചെയ്യാം. അപ്പം സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവർക്കും ഈ കതിർമുടി ട്രക്കിങ് ചെയ്യാൻ പറ്റുമേ. വന്നിറങ്ങിയതും ആദ്യം കണ്ടത് നമ്മുടെ അടൂർ പ്രകാശ് സാറിൻ്റെ പേരാണ് കേട്ടോ. അദ്ദേഹം ഇവിടെ ആറ്റിങ്ങൽ MP ആയിരുന്ന സമയത്ത് ഇവിടെ LED ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയേ. കാട്ടാക്കടയിൽ നിന്ന് രാവിലെ 5:30 തൊട്ട് ചോനംപാറ എന്നുള്ള സ്ഥലത്ത് വന്നിറങ്ങിയാൽ മതി. ഇവിടെ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എത്തും. ലാസ്റ്റ് ബസ് ഉള്ളത് വൈകിട്ട് 6 മണിക്കോ 6:30ക്കോ ചോനംപാറയിൽ നിന്ന് എടുക്കും. അപ്പം അങ്ങനെ 5 ബസ് സർവീസാണ് കതിർമുടി ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് കാട്ടാക്കടയിൽ നിന്നുള്ളത്. ഇതുവഴിയാണ് നടന്നു തുടങ്ങേണ്ടത്. 5-5.5 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. കുറേ നാൾക്ക് ശേഷം കാട് കണ്ടതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം എൻ്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ടായിരുന്നു കേട്ടോ. തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെയുള്ള വഴികളാണ് കേട്ടോ. തുടക്കത്തിലെല്ലാം റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാട്ടിലോട്ട് കയറുമ്പോൾ തൊട്ടാണ് വേറെ വെറൈറ്റി മരങ്ങളൊക്കെ. ഒരുപാട് ഫ്രൂട്ട്സ് ഉള്ള കുറേ മരങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളെ കതിർമുടി ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവഴി ജീപ്പൊക്കെ പോവേ. അപ്പോൾ 9 കിലോമീറ്ററോളം ഈ ഒരു റൂട്ടുണ്ട്. 2 ഗ്രാമങ്ങൾ ഈ ഒരു 9 കിലോമീറ്ററിനകത്തുണ്ട്. നമുക്ക് കതിർമുടിയിലോട്ട് 6 കിലോമീറ്ററാണ്. പോകുന്ന വഴിക്ക് കതിർമുടിയുടെ ഒരു സൈഡിലൊരു ഗ്രാമമുണ്ട് കേട്ടോ. ഞാൻ തുടക്കത്തിൽ തൊട്ടേ നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാളും മേലനങ്ങാതിരുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ചല്ല, ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം മുതലേ നല്ല കയറ്റമായിരുന്നു കേട്ടോ. മൂട്ടിപ്പഴം പോലെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് കിട്ടുന്ന കാടാണ് ഇത്. പക്ഷേ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. കുറേ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞിങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച തുടക്കം തൊട്ട് കയറുന്നതായിരിക്കും ടോട്ടൽ 6 കിലോമീറ്റർ. ഇവിടെ നിങ്ങൾ ടേൺ ചെയ്തില്ലേ, ഇനിയാണ് 6 കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും നല്ല കയറ്റമായിരുന്നു കേട്ടോ. പക്ഷെ 6 കിലോമീറ്റർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്നു. ഈ കയറി വന്ന കുറച്ച് ചതിയായിപ്പോയി, പറഞ്ഞില്ല. അപ്പോൾ 7-7.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ വൺ സൈഡ്. ഇത്തവണ കണ്ണൻ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് കുറേ നല്ല ഫ്രെയിംസ് കിട്ടി. അല്ലാതെ ഈ കയറ്റത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് രണ്ടും കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ട്രക്കിങ്ങിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടന്നിട്ടുള്ള ആൾ ഞാനായിരുന്നേ. ട്രക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ടീച്ചർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാ മാസം എവിടെയെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ടീച്ചർ തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട്, പാക്കേജ് ഒന്നും അല്ല, എല്ലാവരും അവരുടെ എക്സ്പെൻസ് അതുപോലെ എടുക്കുക, ഇൻക്ലൂഡിങ് ഫുഡ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ടീമാട്ടോ ഇത്. വലിയ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഇത് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കാണിച്ചു വെച്ചിരുന്ന സാധനം, പക്ഷെ എല്ലാം പറഞ്ഞു പോയി. പിന്നെ ഈ കാണുന്ന കല്ലുവാഴ അല്ലേ, കല്ലുവാഴ. അതെ, കല്ലുവാഴ നമ്മുടെ സാധാ വാഴ പോലെ തന്നെ കല്ലിലുണ്ടാകുന്ന വാഴ. 12 വർഷം എടുക്കുമെന്ന്
ഇത് കൊല വരുമല്ലേ? പക്ഷെ ഇത് കഴിക്കാൻ പറ്റൂല. കഴിക്കാനും പറ്റും. ഇതെന്താ? അതല്ലേ നമ്മുടെ തിണ്ടി കണ്ണ, അത് തിണ്ടി മല. പക്ഷെ അവിടെ ട്രെക്കിംഗ് ഒന്നുമില്ല. കതിർമുഴി ട്രക്കിങ്ങിന് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അഗസ്ത്യാർകൂടവും നെയ്യാർ ഡാമും വരയാട് മുട്ട അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ കതിർമുടിയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇത് രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണ്. നിർഭാഗ്യവശാൽ വീണ്ടും അഗസ്ത്യാർകൂടത്തിൻ്റെ വ്യൂ പോയിന്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഫുള്ള് മേഘങ്ങൾ മൂടിക്കളഞ്ഞു കേട്ടോ. ഇതേപോലെ 3 വ്യൂ പോയിന്റുകളായിരുന്നു നമുക്ക് കതിർമുടിയിലുള്ളത്. ഈ ആദ്യം കാണുന്ന വ്യൂ തന്നെ മൂന്നാമത് ചെല്ലുമ്പോഴും കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് കതിർമുടിയുടെ പ്രത്യേകത. ഇതുള്ളൊരു വളരെ ചെറിയ ട്രെക്കാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ കതിർമുടീൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ഞങ്ങൾ 12 മണിയായപ്പോഴാണ് ഇതിൻ്റെ മുകളിലെത്തിയത്. 8:30 തുടങ്ങിയ ട്രക്കിങ് 12 മണിയായപ്പോൾ കഴിഞ്ഞു. പിന്നെ മുകളിൽ ഇരുന്നിട്ട് ഏത്തക്കായും ഓറഞ്ച് അങ്ങനെ ചില കൊച്ചു സാധനങ്ങൾ കഴിച്ചിട്ട് താഴെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അതേപോലെ നമ്മുടെ കൂടെ വരുന്ന ഗൈഡിനുള്ള ഫുഡ് നമ്മൾ കരുതണം. അപ്പോൾ അവർക്കുള്ള ഫുഡ് ബിന്ദു ടീച്ചറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്തത്. ഇതാണ് ശരിക്കുള്ള വ്യൂ. നല്ല ഭംഗിയാട്ടോ. പിന്നെ കോടയൊക്കെ ഉള്ള സമയത്ത് നല്ല രസമായിരിക്കും, കാറ്റൊക്കെ ഉള്ളപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ ഒത്തിരി കോടയുണ്ടെങ്കിൽ ഈ വ്യൂ കിട്ടത്തുമില്ലേ. തിരിച്ചിറങ്ങിയപ്പോൾ നല്ല കിടക്കാച്ചി മഴ, നിങ്ങൾക്ക് ചൂടൊക്കെ പൊങ്ങി ഭയങ്കര ആശ്വാസം കിട്ടത്. ഒരാൾ തേക്കിലൊക്കെ പിടിച്ചോണ്ടിങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ഗൈഡാണ് കേട്ടോ ബിബി. നല്ല വെയിലത്ത് പെട്ടെന്ന് വന്നൊരു മഴയായിരുന്നു കേട്ടോ. എന്തുകൊണ്ടോ അത് അടിപൊളിയായി. തുടക്കക്കാർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു ട്രക്കിംഗ് ആണ് കതിർമുടി. എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ടാറ്റാ.